ഈ മുറി നീ എടുത്തോളൂ കേട്ടോ. എന്താ ഇഷ്ടായോ? ഇത്ര വലിയൊരു മുറി ഇവിടെ എല്ലാം വലുപ്പമുള്ള മുറികളേ ഉള്ളൂ. ഗൗരിക്കുട്ടി എന്തേ? ഇങ്ങോട്ടൊരു എന്തേ ഗൗരിക്കുട്ടി? പറഞ്ഞോളൂ. ചേച്ചി ചേച്ചി ഇവിടുത്തെയാണോ? എന്തേ? കുട്ടി ഇവിടുത്തെ അല്ലേ? അതുപോലെ ദേവകി ഇങ്ങോട്ട് വരൂ. എന്താ ഗൗരിക്കുട്ടി ഇവിടെ പൂവറിക്കുന്നോ ഒളിച്ചു കളിക്കുന്നോ? ഞാൻ ഇന്ന് പകല് മുഴുവൻ ഗൗരിക്കുട്ടിയുടെ ആക്ടിവിറ്റീസ് മൂവ്മെന്റ്സ് ശ്രദ്ധിക്കുകയായിരുന്നു. എന്താ രണ്ടാളും കൂടി ഇവിടെ? ഗൗരിക്കുട്ടിക്ക് അറിയോ ഈ നിൽക്കുന്ന ആളിനെ? സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസറാ വിശ്വംഭരൻ സാറ്. കേട്ടിട്ടുണ്ടോ? എന്താ സാർ ആലോചിക്കുന്നേ? ഗൗരിക്കുട്ടിയെ പടത്തിലേക്ക് എടുത്താലോ എന്നാണോ? ഏയ്, ഈ കുട്ടിയുടെ കാര്യത്തിലൊക്കെ എന്താ ആലോചിക്കാനിരിക്കുന്നേ? സമ്മതമാണ് എന്നൊരൊറ്റ വാക്കിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ആർക്ക് എപ്പോഴാ ഭാഗ്യം വരുന്നെന്ന് എങ്ങനെ അറിയാം? നിനക്ക് ഇഷ്ടമാണോ കുട്ടി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. എനിക്ക് വീട്ടിൽ പോണം. എന്താ ഇപ്പൊ പെട്ടെന്ന്? ഒന്നുമില്ല, ഞാൻ വീട്ടിൽ പോയിക്കോളാം. എന്താ നിന്നെ ഇവിടെ ആരെങ്കിലും തല്ലിയോ? പിടിച്ചു തിന്നാൻ വന്നോ? എന്താ ഇപ്പൊ? ഓടി പെണ്ണെ, വന്ന് കേറുന്നതിന് മുമ്പേ തിരിച്ചു പോണോ അത്രേ? ഉള്ള കുട്ടിയല്ലേ വീട് മാറി കിടന്നാ പേടി തോന്നാൻ. ഇവിടെ നിനക്ക് ജോലി കൂടുതൽ വല്ലതും ഉണ്ടെങ്കിൽ അക്കാര്യം പറയാം. നാളെ മുതൽ പണി കുറച്ചെടുത്താ മതി എന്ന് വെക്കാം. പോകാനൊന്നും പറ്റില്ല. വൈകിട്ടങ്ങ് പോകാനാ രാവിലെ ഇങ്ങോട്ട് വന്നേ? അല്ലെങ്കിൽ തന്നെ എന്താ ഇത്? സന്ധ്യക്ക് ഒറ്റയ്ക്ക് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടിയോ? എനിക്കും ഉണ്ടേ ചില ചുമതലകളൊക്കെ. ആരെങ്കിലും ഒരാളെ കൂട്ടിവിട്ടാ മതി. ഇവിടെ നിന്റെ ആരെങ്കിലും ഇരിക്കുന്നോ കൂടെ വരാൻ? പെണ്ണെ, എന്നെ കലി പിടിപ്പിക്കാതെ പൊച്ചാപ്പുറത്ത്. ഞാൻ തനിച്ചു പോയിക്കോളാം. പോകും. രൂപ 1000 നിന്റെ അമ്മാവെന്ന് പറയണ ആ നക്കി മേനോൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. നിന്റെ കൈ ഞാൻ തന്നതിന് പുറമെ അങ്ങ് പൊയ്ക്കോളാം അത്രേ. നീ പടി കിടക്കില്ല ജീവനോടെ.
ഇതാ പണി. എന്താണോ ഇത്? പറ്റിയോ? ഈ പണ്ടാരത്തിന് വിരയിളക്കത്തിന്റെ അസുഖ. പേടിച്ചു പോയായിരിക്കും. അമ്മയോട് അമ്മ അമ്മേ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അയൽക്കാരെ വിളിച്ചു വരുത്തി ബാക്കിയുള്ളവർ മാനം പിടിച്ചു ആ രാത്രി അവരെന്നെ ബോധം കെടുന്നതുവരെ തല്ലി. അടിയും ചവിട്ടും പിറ്റേന്നും പകലും മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെയാത്രേ ചില പെൺകുട്ടികള് കുറെ അടി കൊണ്ട് കഴിയുമ്പം അവരുടെ വഴിക്ക് വരുമെന്നാ പറയണേ. ഗൗരിക്കുട്ടിയോ? ഞാനോ? എന്നെ അടിച്ചനുസരിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. അന്നത്തെ പിന്നെ വേറെ ആണെങ്കിലെ ഗൗരിക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, എന്തോ അതിനവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇന്നാ മൂപ്പന്റെ അടുത്തേക്ക്? അതെ. ആര് പറഞ്ഞു? പറഞ്ഞു കേട്ടു. ആരേ മൂപ്പൻ? മാപ്പിളാരുടെ അടുത്ത് ദൈവം അത്രേ. അയാൾ പറയുന്ന കേട്ട് നിൽക്കാൻ കുറെ ആൾക്കാരും. ഒരുപാട് സ്വത്തുള്ളൊരു തന്ത. ഞാൻ വന്ന ദിവസം അയാളുടെ ആൾക്കാർ വന്ന അത്രേ എന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ. ഞാൻ പോയില്ല. അന്ന് തുടങ്ങി ഇവിടെ സ്വൈര്യമില്ലാണ്ടായി. രാത്രിയിൽ കുത്തും വെട്ടും. ഇവിടെ വരുന്നവരൊക്കെ ആദ്യം അയാളെ ചെന്ന് കാണണമെന്നാണത്രേ. ഇന്ന് ഞാനായിട്ട് പോയതല്ല, ചതിച്ചുകൊണ്ട് കേറ്റുകയായിരുന്നു കള്ളത്തി സ്ത്രീ. ആ തന്തയുടെ മനസ്സ് അലിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുചെല്ലാമെന്ന് വാക്കുകൊടുത്തിട്ട് പോന്നിരിക്കാത്രേ. ഞാൻ പോവില്ല. പോയില്ലെങ്കിൽ അയാളെ വീണ്ടും മാപ്പിളാരെ ഇളക്കി വിടും. ഇവിടെ ആരും വരാൻ സമ്മതിക്കില്ലെന്നാ പറഞ്ഞിരിക്കണേ. ആര്? മാപ്പിളാര്. എന്റെ പേര് ഹിലാൽ എന്നാണ്. മാപ്പിളയാ? ഊണ് കഴിക്കണ്ടേ? ഓ, ഊണ് കഴിഞ്ഞിട്ട് ഗൗരിക്കുട്ടിക്ക് എന്നെ കാണാവോ? അല്ല, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്നെ എങ്ങനെയെങ്കിലും ഒന്നീ വളപ്പിന് പുറത്താക്കി തരാൻ കഴിയുമോ? എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടോളാം. ഞാൻ നോക്കാം. എന്നാലാവുന്ന പോലെ ഞാൻ നോക്കാം. നുണ പറയരുത്. നിങ്ങളോട് ഇക്കാര്യത്തിൽ ഞാൻ നുണ പറയില്ല. ആണയിരുന്നു. അള്ളായാണ് എന്റെ ദൈവം. വരൂ, ഊണ് കഴിഞ്ഞിട്ട് കാണണം. വക്കീലേ, ഗോപി, ഗോപി, ഗോപി. എന്താ ഇവൻ ഉറങ്ങിയോ അതോ ചത്തോ? ഗോപി, ചങ്കൂസ്, നിനക്കൊന്നും ആഹാരം വേണ്ടേ? ഇങ്ങോട്ട് ഇറങ്ങി നിനക്ക്. നിനക്ക് എവിടെ പെണ്ണുമ്പിള്ള? എങ്ങനെ മുടി പിന്നീടിച്ചോ? അത് ചുമ്മാ വക്കീലത്തിന്റെ മോഹം കണ്ടാ അറിയാലോ. എന്താ അത്? അതോ, വക്കീലിനൊരു പെണ്ണിനെ അങ്ങ് ഇച്ഛ പിടിച്ചു എന്നുണ്ടെങ്കിൽ അപ്പൊ അവളെ മുടി 2 ആയിട്ട് പിന്നീടിപ്പിക്കും. മൂപ്പരുടെ ആദ്യത്തെ കാമുക അങ്ങനെ ആയിരുന്നു അത്രേ. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അങ്ങനെ എങ്ങനെയൊന്നും പുള്ളിക്ക് പിടിക്കൂല. എവിടെ
ഞാൻ വന്നോളാം. പോ.